ഡോക്ടർ ഷിഫീഖ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചോദിക്കുന്ന നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുട്ടികൾ പല ലാംഗ്വേജും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഭാഷ അത് വളരെ ക്ലാരിറ്റി പല പല ലാംഗ്വേജ് പഠിക്കാൻ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടി അധികം പെട്ടെന്ന് സംസാരിക്കുന്നില്ല, ഇതിനെ കുറിച്ചൊരു ക്ലാരിറ്റിയാണ് നമ്മൾ ഡോക്ടറോട് ചോദിക്കുന്നത്. എന്താണ് ഡോക്ടർ ഈ കുട്ടികൾ ഭാഷ അല്ലെങ്കിൽ മൊത്തത്തിൽ സംസാരം അതിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ മൊബൈൽ ആക്ടിവിറ്റീസ് ഇതിനെ കുറിച്ചൊരു അവയർനെസ് ആണ്? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒ.പിയിൽ വരുന്ന കുട്ടികൾ അധികം അമ്മമാരുടെ കംപ്ലൈൻ്റ് ആണ്, കുട്ടി സംസാരിക്കുന്നത് കുറവാണ്. അപ്പോൾ അധികമായിട്ട് കാണുന്ന കുട്ടികളിൽ കാണുന്ന വ്യത്യാസം അതെന്ന് പറയുന്നത് നമ്മൾ അധികം മൊബൈൽ ഫോണിൻ്റെ യൂസേജ് തന്നെ. കുട്ടികളിപ്പോൾ 1 വയസ്സ് 1.5 വയസ്സാകുമ്പോൾ തന്നെ അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ കിട്ടി. അപ്പോൾ വീട്ടിലെ അന്തരീക്ഷം ശാന്തമാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അച്ഛനമ്മയും ഫോൺ കൊടുത്തിരിക്കുക. അപ്പോൾ ഈ ഫോൺ കൊടുക്കുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ എന്താ, കുട്ടി അതിൽ ഇൻവോൾവ് ആയിട്ടിരിക്കും. ഏത് സമയം ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുക. കുട്ടി കാണുന്നത് അധികം യൂട്യൂബ് വീഡിയോസ് അല്ലേ, അധികം ഇംഗ്ലീഷ്. കുട്ടികൾ ഇപ്പോൾ അധികം കുട്ടികളിപ്പോൾ അവരുടെ ABCD എന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവരെന്നല്ല ഇപ്പോൾ യൂട്യൂബ് കണ്ട് ABCD എന്താണെന്ന് അവർക്കറിയാം. അവരിപ്പോൾ ഒരു LKG UKG കയറേണ്ട ആവശ്യമില്ല. യൂട്യൂബ് വീഡിയോ കണ്ട് ABCD അവരെന്നെ സ്വയം പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ABCD പറയുന്നത് സംസാരിക്കാൻ കുട്ടികൾക്ക് കഴിയാത്തത് ഇതിപ്പോൾ അച്ഛനും അമ്മയും പറയുന്നത് മലയാളമാണ്. ആ മലയാളം കുട്ടി കേൾക്കണം. കുട്ടി അച്ഛനും അമ്മയും മൊബൈൽ ഫോണിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു അന്തരീക്ഷം അമ്മ അച്ഛൻ അല്ലെങ്കിൽ എല്ലാവരും യൂട്യൂബ് വീഡിയോസ് കാണാം. കുട്ടീനോട് സംസാരിക്കാനുള്ള സമയം അവർ കണ്ടെത്തുന്നില്ല. കുട്ടിയോട് മലയാളത്തിൽ സംസാരിച്ച് അവർ കഥകൾ പറഞ്ഞിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ചെറുപ്പകാലത്തായപ്പോൾ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ അമ്മയുടെ ഇടയിലും കാണുന്നില്ല. അവരതിൻ്റെ ഇടയിൽ കുട്ടികളുടെ ഇടയിൽ നമ്മൾ ചുറ്റുപാടുകൾ ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് മലയാളം പഴയ കഥകളും പറഞ്ഞു കൊടുത്ത ഒരു സമയം മലയാളം പറഞ്ഞിരുന്നു, മലയാളം പഠിച്ചിരുന്നു. ഇന്ന് കുട്ടികളധികം മലയാളം കേൾക്കൽ കാണലും എഴുതലൊക്കെ കുറവാണ്. ഇന്നത്തെ ജനറേഷനിൽ മലയാളം എഴുതുന്നത് കുറവായിരിക്കും. പിന്നെ സംസാരിക്കുന്നത് കുട്ടികൾക്കിപ്പോൾ ഏകദേശം ഒരു 3 വയസ്സായ കുട്ടി പലപ്പോഴും ഒരു ചുമയും ജലദോഷമായിട്ട് എൻ്റെ ഒപ്പിൽ വരുമ്പോൾ അധികം പറയുന്നതാണ് കുട്ടി സംസാരിക്കുന്നില്ല. കുട്ടി സംസാരിക്കുന്നില്ല ആദ്യം ചോദിക്കുന്നത് വീട്ടിൽ എത്ര പേരുണ്ടെന്നാണ് ചോദിക്കുക. ഞാൻ ചോദിക്കുന്നത് വീട്ടിൽ എത്ര പേരുണ്ട്, ഒരു അച്ഛനും അമ്മയും. അപ്പോൾ അച്ഛനും അമ്മയും അച്ഛനെന്താ ജോലി നിൽക്കും, കുറഞ്ഞു. അതെ, ജോയിന്റ് ഫാമിലി എന്നുള്ള കൺസെപ്റ്റ് ഇപ്പോൾ എല്ലാവരും പോയി, ന്യൂക്ലിയർ ഫാമിലിയോട്ട് പോയി. അങ്ങനെയുള്ള ഈ കേസസ് ഇപ്പോൾ വളരെ റീസെന്റ് ആയിട്ടാണ് 5G പ്രത്യേകിച്ച് മൊബൈലിൽ 5G വരാൻ തുടങ്ങിയത്. അപ്പൊ എക്സ്പെഷ്യലി അങ്ങനത്തെ കേസുകൾ ഇപ്പോൾ വളരെ റീസെന്റ് ആയിട്ടാണ് വരുന്നതെന്നാണ് കേൾക്കുന്നത്. അത് എത്രത്തോളം അത് ശരിയാണ്? ഇപ്പോൾ ജനറേഷൻസ് ഇപ്പോൾ സ്പീഡിന്റെ ലോകമാണ്. അതായത് മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് സ്പീഡുകൾ കേൾക്കുന്നത് പഴയ ആളുകൾക്ക് അത് വലിയൊരു നെഗറ്റീവ് ആയിട്ടില്ല. പക്ഷെ പുതിയ കേസുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാകുമെന്നാണ് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ കുട്ടികളുടെ മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്നൊരു വാക്ക് അഡിക്ഷൻ അല്ല, നമ്മൾ ഓവർ യൂസ് തന്നെയാണ്, മിസ്യൂസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ കുട്ടികളുടെ ജനറേഷൻ നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ വെച്ചാൽ അവർക്ക് ഒരു വിർച്വൽ ഓട്ടിസം എന്നൊരു സംവിധാനമുണ്ട്. ഒരു പ്രക്രിയയിലോട്ട് മാറും, രോഗത്തിലോട്ട് മാറും. വിർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഒരു സാധനത്തിൽ മാത്രം ഇൻവോൾവ് ആയിട്ടിരിക്കുക. അവരെ ചുറ്റോടുള്ള സറൗണ്ടിങ്സ് അവരറിയാതിരിക്കുക, അച്ഛനും അമ്മയും അറിയാതിരിക്കുക, ചുറ്റോടുള്ള കളിപ്പാട്ടങ്ങൾ അറിയാതിരിക്കുക, ചുറ്റോടുള്ള ഫാമിലിനെ അറിയാതിരിക്കുക. അവരെ ലോകത്തോട്ട് ഒരു വിർച്വൽ ഓട്ടിസം എന്ന രീതിയിലോട്ട് മാറും. അവർക്ക് അത് ശരിക്കും ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യം വരും. ഇപ്പോൾ കുട്ടികൾ ഈ സംസാരശേഷി എന്ന് പറയുന്നത് തന്നെ സംസാരിക്കാൻ കുട്ടികളിപ്പോൾ പിന്നോട്ട് പോകുന്നതിൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് കുട്ടീനെ അംഗൻവാടിയിലാക്കാനാണ്, അല്ലെങ്കിൽ ഒരു പ്ലേ സ്കൂളിലാക്കാനാണ്. കാരണം അവിടെ മൊബൈൽ ഫോണില്ല. അവിടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികളുടെ ഇടയിൽ കുട്ടികൾ സംസാരിക്കട്ടെ, സോഷ്യൽ ഇൻട്രാക്ട് ചെയ്യട്ടെ. നിങ്ങളെ കുട്ടികളെ തൊട്ടടുത്ത് അംഗൻവാടിയിൽ കൊണ്ടുവിടുക. അംഗൻവാടിയിലിട്ട് കുട്ടികളെ സംസാരശേഷി അവിടുന്ന് റെഡിയാക്കും. സംസാരശേഷി അവിടുന്ന് റെഡി ആയിട്ടില്ല, വെക്കല് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്പീച്ച് തെറാപ്പിസ്റ്റിന് സഹായം നേടാൻ ആവശ്യം. അതെ അവർ ആദ്യം ചെയ്യേണ്ടത് തൊട്ടടുത്ത് കൂട്ടുകുടുംബം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊട്ട് അയൽപക്കത്തെ നല്ല കുട്ടികളുണ്ടെങ്കിൽ അവരെ ഇടയിലോട്ട് വിടുക വേണ്ടത്, സംസാരശേഷി ശരിയാവാൻ. അത് കഴിഞ്ഞ് തൊട്ടടുത്ത അംഗൻവാടിയിൽ, ഏറ്റവും നല്ലത് അംഗൻവാടിയിൽ, അവിടെ നല്ല പോലെ കുട്ടികളുടെ ഇടയിൽ ഇൻട്രാക്ഷൻ ഉണ്ട്. സമൂഹത്തിൽ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ നടക്കുന്ന സ്ഥലം അംഗൻവാടികൾ തന്നെ. അപ്പം അംഗൻവാടികളിൽ കുട്ടികൾ അധികം ഇൻട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെ അധികം സംസാരശേഷി ശരിയാവുന്നതാണ്. അതിലും റെഡി ആയിട്ടില്ല, കുറച്ച് വ്യത്യാസങ്ങൾ. ഇപ്പം നമ്മൾ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണേണ്ട അസുഖങ്ങളുണ്ട്, അതിന് മാത്രം സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ ആവശ്യമുള്ളൂ. പിന്നെ ഈ കുട്ടികൾ തന്നെ മൾട്ടി ലാംഗ്വേജുകളൊക്കെ ചില അത്ഭുത ബാലെന്നൊക്കെ പറഞ്ഞ 5-6 ലാംഗ്വേജ് ഒക്കെ സംസാരിക്കുന്നുണ്ട്.
അപ്പൊ അതിനിപ്പോ കേരളത്തില് എക്സ്പെഷ്യലി കുറവാണ്, കൂടുതലും മലയാളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കൂടുതൽ കുട്ടികൾ അങ്ങനെ ഒരു സ്കില്ല് കിട്ടണം, അല്ലെങ്കിൽ കൂടുതൽ ലാംഗ്വേജ് വളരെ ഒതന്റിക് ആയിട്ട് സംസാരിക്കണമെങ്കിൽ ശരിക്കും എന്താ നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് അന്തരീക്ഷമാണ് നമുക്ക് അവർ ഈ മൊബൈലിൽ തന്നെ ഈ പല ലാംഗ്വേജിലുള്ള ഈ സംഗതികൾ കാണിച്ചാൽ മതിയോ? എന്താ എന്റെ ഒരു ഡോക്ടർ അത് അതിന് ഉത്തരം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷൻ സി ജനറേഷനാണ്. സി കഴിഞ്ഞ് ഇപ്പോൾ ആൽഫ ജനറേഷൻ ആയി. അപ്പോൾ ഈ ജനറേഷൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജനറേഷൻ നമ്മൾ ഫോണെല്ലാം കണ്ടത് അതെ ഇപ്പം എൻ്റെ കോളേജ് ജീവിതത്തിലാണ് ഞാൻ ഫോൺ കാണുന്നത്. അതല്ല ഇന്നത്തെ കുട്ടികൾ കാണുന്നത് ഫോണ്, ഡിജിറ്റൽ ഫോണുകൾ വിത്ത് യൂട്യൂബ് ഫെസിലിറ്റി ഉള്ള ഫോൺ ജനിച്ച സമയത്ത് തന്നെ കാണാം. ഇതിന് പ്രത്യേകിച്ച് ഇനി പുതിയ കഴിവ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അവരതെല്ലാം ആ ഫോണിൽ നിന്ന് തന്നെ ആർജിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അവർ വേണമെങ്കിൽ ഇനി ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റുന്നില്ല. ആ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ കുറെ ഹിന്ദി ഇംഗ്ലീഷ് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, ഉം, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഏ. പക്ഷെ അങ്ങനെ ഒരു സ്കില്ല് കിട്ടാൻ കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും നമുക്ക് അഡ്വൈസ് ചെയ്യാനുണ്ടോ? ഇല്ല ഇപ്പം ഇംഗ്ലീഷ് തന്നെ ഇപ്പോൾ പിള്ളേർ ഈ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് എനിക്കറിയുന്ന കുട്ടികളൊക്കെ അധികം ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷാണ്, മലയാളം അറിയാത്തായിരിക്കുള്ളൂ. അവർ മലയാളം വേർഡിങ്സ് ഫ്ലുവൻ്റ് ആണ് കുട്ടികളെല്ലാം. ഇപ്പോൾ ഒരു 3ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ്സിലാവുന്ന സമയത്ത് തന്നെ കുട്ടികൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിരിക്കും. ഈ യൂട്യൂബ് വീഡിയോ അധികം അവരെ കുട്ടികളെ ഈ കളിപ്പാട്ടം കാണിക്കുന്ന വീഡിയോസ് ഫുള്ള് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇംഗ്ലീഷ് അവർ ഫ്ലുവൻ്റ് ആണ്, മലയാളം മാത്രമേ അവർക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ. അതുവരെ അവർ ഇതേപോലെ കുറേ ലാംഗ്വേജുകളുണ്ട്, ചില ഭാഷകളൊക്കെ അവർ എന്നെ കാണിക്കുന്ന പിള്ളേർ പറയും കുറേ കഥാപാത്രങ്ങൾ പേര് പറഞ്ഞുതരും. കഥാപാത്രങ്ങൾ അവർ പല രീതിയിൽ നോക്കുന്ന സമയത്ത് ഇവരെ ഇംഗ്ലീഷ് ചാനലിലെ കഥാപാത്രങ്ങൾ പേര് അവർ പറഞ്ഞത്. അപ്പോൾ അവരത്രയും ഇൻവോൾവ് ആണ്. നമുക്ക് ഇനി കൂടുതലായിട്ട് അവരുടെ ഇടയിൽ കൊടുക്കേണ്ട ആവശ്യം തോന്നുന്നില്ല. അപ്പോ നമ്മളെ സംസാരശേഷിയെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അടിക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക.